വടകര നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം വിദ്യാർത്ഥി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. കണ്ണൂക്കര മാടാക്കര സ്വദേശി അഭിനവാണ് മരിച്ചത്. സുഹൃത്തുക്കളായ വിദ്യാർത്ഥിനികൾക്കൊപ്പം റെയിൽവേ ട്രാക്കിന് സമീപം ഫോട്ടോ എടുക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. എന്നാൽ ട്രെയിൻ അതുവഴി കടന്നു വന്നപ്പോൾ മുന്നിലേക്ക് ചാടുകയായിരുന്നു. കോട്ടയ്ക്കൽ കുഞ്ഞാലിമരയ്ക്ക ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയാണ് അഭിനവ്. മാഹി ഭാഗത്തു നിന്നും വടകര ഭാഗത്തേക്ക് വരികയായിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുന്നിലാണ് അഭിനവ് ചാടി ജീവനൊടുക്കിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രധാനമായും ശ്രദ്ധിക്കുക, സ്വയം ജീവൻ ഒടുക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അതിജീവനത്തിന്റെ പാതയിൽ നിങ്ങളെ സഹായിക്കാൻ കൗൺസിലിംഗ് വിദഗ്ധരൊക്കെ കൂടെയുണ്ട്. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ദിശ, ടെലിമാനസ് തുടങ്ങിയ ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പറുകളിലൊക്കെ ബന്ധപ്പെടേണ്ടതാണ്. സഹായവും സൗജന്യവും പൂർണ്ണമായും രഹസ്യമായിരിക്കും. ദിശ ടോൾ ഫ്രീ നമ്പർ 1056, ടെലിമാനസ് ടോൾ ഫ്രീ നമ്പർ 14416 ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരത്ത് ശശി തരൂർ MP ലിഫ്റ്റിൽ കുടുങ്ങി. PMG റോഡിലെ പ്രശാന്ത് ഹോട്ടലിൽ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. അമിത ഭാരം മൂലമുണ്ടായ സാങ്കേതിക തകരാറാണ് കാരണം. 6ാം നിലയിലാണ് ലിഫ്റ്റ് കുടുങ്ങിയത്. പൂർണ്ണമായും മുകൾ നിലയിൽ എത്താതെ പകുതി മാത്രം തുറന്ന നിലയിലായിരുന്നു ലിഫ്റ്റ്. ഏകദേശം 20 മിനിറ്റോളം അദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നു. ഹോട്ടൽ ജീവനക്കാർ ലിഫ്റ്റ് തുറക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് തരൂരിനെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഞങ്ങൾ ആദ്യം ഈ ലിഫ്റ്റുകാരെ വിളിക്കാൻ ശ്രമിച്ചത്, റിസപ്ഷൻകാരെ അവർ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിനെ വിളിച്ചപ്പോഴാണ് ഇത് പെട്ടെന്ന് എത്തി. നിങ്ങൾ കണ്ടു, നിങ്ങൾ തന്നെ അതിനെ വാർത്തയാക്കിയല്ലോ. ഇനി എന്താ ഞാൻ പറയാം, നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരു പാനിക്കുണ്ട്, എല്ലാവരും റിലാക്സ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1-2 ആൾക്കാർ കുറച്ച് ഹീമാനായിട്ട് ലിഫ്റ്റ് വാതിലൊക്കെ തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള വാതിൽ, അകത്തുള്ള വാതിൽ തുറക്കാൻ സാധിച്ചു. പക്ഷേ ഈ ഫ്ലോറിൻ്റെ വാതിൽ തുറക്കാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ നിങ്ങൾ കണ്ടുവരല്ലേ, ആദ്യം ശ്രമിച്ചപ്പോൾ നടന്നില്ല. ഇതിന് അവർ ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ് കൊണ്ടുതന്നാണ് തോന്നുന്നത്. സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട വീഡിയോഗ്രാഫർമാർക്ക് പ്രതിഫലം ലഭിക്കാത്തതായി പരാതി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ ഏകദേശം 400ഓളം വീഡിയോഗ്രാഫർമാർ ഒരു മാസത്തോളം വിവിധ തിരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിച്ചിരുന്നുവെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും വേതനം ലഭിക്കാത്തതിനാൽ നിരവധി പേർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ അറിയിച്ചു. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കുടിശ്ശിക വേതനം വിതരണം ചെയ്യണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് പിറകിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. മാവൂർ കുറ്റിക്കടവ് സ്വദേശി ഷൌക്കത്ത് അലിയാണ് മരിച്ചത്. വൈകിട്ട് കണ്ണിപ്പറമ്പിന് സമീപമായിരുന്നു അപകടം നടന്നത്. കണ്ണിപ്പറമ്പിന് സമീപമുള്ള ക്രഷറിൽ നിന്നും എംസാൻഡുമായി പോകുന്ന വഴി റോഡിലെ കയറ്റത്തിൽ നിന്നും ടിപ്പറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് അതിവേഗത്തിൽ പിറകോട്ട് നീങ്ങിയ ലോറി റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഉടൻ തന്നെ ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് ലോറി ഉയർത്തി ഡ്രൈവറെ പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡ്രൈവർ ഷൌക്കത്ത് അലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കുണ്ടന്നൂർ തൃക്കണപതിയാരത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാഹനം തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ വരവൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന വാഹനമാണ് ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. ചായ കുടിക്കുവാനെത്തിയ മണി, കടയിലെ ജീവനക്കാരൻ അരവിന്ദാക്ഷൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടുകട പൂർണ്ണമായും തകർന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും പിക്കപ്പ് വാഹനങ്ങൾക്കും ഇടയിൽപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
പത്തനംതിട്ട കോന്നി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂടെ എത്തുന്നവർക്കും വേണ്ടി വാട്ടർ പ്യൂരിഫയർ നൽകി. മോഡൽ ലയൺസ് ക്ലബ് പത്തനംതിട്ട എമറൈറ്റ്സ് ആണ് പ്യൂരിഫയർ ആശുപത്രിക്ക് സംഭാവന ചെയ്തത്. രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ഈ സംവിധാനം ഏറെ പ്രയോജനകരമാകുമെന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബിൻ പീറ്റർ പറഞ്ഞു. ലയൺസ് ക്ലബ് പത്തനംതിട്ട എമറൈറ്റ്സ് ഭാരവാഹികളായ ബിജു എബ്രഹാം കുളത്തൂർ, സജി ഡേവിഡ്, ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബിൻ മോൻസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ വി നായർ എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഇവിടെ എത്തുന്ന രോഗികൾക്കും കൂടെ എത്തുന്നവർക്കും ഏറെ ഉപകാരപ്രദമാകുന്ന തണുത്ത വെള്ളവും ചൂടുവെള്ളവും ഒരേ യൂണിറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ഇന്ന് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് സ്പോൺസർ ചെയ്തതെന്ന് അല്ലെങ്കിൽ അത് നമുക്ക് ഡൊണേറ്റ് ചെയ്തെന്ന് നൽകിയിട്ടുള്ളത് മോഡൽ ലയൺസ് ക്ലബ് പത്തനംതിട്ട എമറൈറ്റ്സ് എന്ന സംഘടനയാണ്. ഈ സംഘടന പ്രവർത്തിക്കുന്നത് വിദേശത്താണ്, ദുബൈയിലാണ്. എന്നാൽ അതിലെ അംഗങ്ങൾ ഈ പത്തനംതിട്ട ജില്ലക്കാരും പ്രത്യേകിച്ച് കോന്നിയുമായി നമുക്ക് ഏറെ സ്നേഹബന്ധമുള്ള ഒരുപറ്റം ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നത്.